അവർക്ക് അവരുടെ ലൈഫ്, നമുക്ക് നമ്മുടെ ലൈഫ്. എന്തായാലും ഇതോടെ എല്ലാം അവസാനിച്ചല്ലോ. എല്ലാം അവസാനിച്ചു എന്ന് ചേട്ടനോട് ആരാ പറഞ്ഞു? പിന്നെ എന്തേ ഇനിയും പ്രശ്നമുണ്ടോ? CCTV ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, മനസമ്മതത്തിന് പോയിട്ട് ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് ഇങ്ങ് പോകുന്നു. സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നില്ല. എടി നീ വെച്ചാ ഞാൻ തന്നെ വിളിക്കാം. വരുവാ, അങ്ങോട്ട് വരുവാ. വണ്ടി ഇരിക്കും, ഓഫീസിലേക്ക് സർവർ കത്തിന്നോ മണ്ണാറടക്കുന്നോ എനിക്കറിയത്തില്ല. ഹലോ, സർവർ എത്തിയോ? ഞാൻ നോക്കട്ടെ പ്രവീണ, വെക്കല്ലേ. ശരി, ഞാൻ വിളിക്കാം. എന്താ ഇവിടെ സംഭവിച്ചേ? ഇനിയിപ്പോ ഇതും ഹാക്ക് ചെയ്ത് കത്തിച്ചെന്ന് പറയോ താൻ? സർ, ഇതും ഹാക്കിംഗ് ആണ്. ഹാക്ക് ചെയ്ത് എങ്ങനെയാണോ കത്തിക്കണത്? സർ, അവൻ നമ്മുടെ സെർവർ ഓവർ ഹീറ്റ് ആക്കിയതാണ്. എന്തോ കമാൻഡ് റൺ ചെയ്ത് കമ്പ്യൂട്ടറിന്റെ ടോട്ടൽ പവർ യൂസ് ചെയ്യിപ്പിച്ചു. ജിൽസ് ആണെങ്കിൽ സെർവറിൽ എന്തോ തലയണ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കത്തിപ്പിടിച്ചാണ് ഈ പുകയും തീയും ഒക്കെ വന്നത്. എല്ലാം കൂടെ കൂടിയിട്ട് എനിക്ക് സെർവറിൽ കയറിയിട്ടുള്ള ഡിവൈസിന്റെ മാക് ഐ ഡി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യും, എനിക്ക് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് അയച്ചാൽ. ഞാൻ ഫയൽസ് വാട്സാപ്പിലും മെയിലിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. വിനോദേ, എന്നെ ആ പെരിയാറിനെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യണേ. എന്തൊരു അവൻ ആ പെരിയാറിന്റെ സെർവർ കത്തിച്ചു. ആര്? കാതലൻ. അവരെന്താ മനസ്സിൽ വീട്ടിൽ വരും. ചേട്ടാ ഒന്നും മിണ്ടായിരുന്നേ. മിണ്ടാണ്ടിരിക്കാനാ? അറിഞ്ഞ് ഞാൻ മിണ്ടാണ്ടിരിക്കാം. അവൻ പ്രൊസിഡൻസീവ് ആയ എന്തൊരു കമാൻഡ് റൺ ചെയ്ത് സെർവർ ഓവർ ഹീറ്റ് ആക്കിയതാണ്. ഹീറ്റ് ആകുമ്പോൾ ഷട്ട് ഡൗൺ ആവാണ്ടിരിക്കാൻ ആ ബയോസും ഹാക്ക് ചെയ്തു തോന്നുന്നു. വാ, കത്തിയത് കണ്ടില്ലല്ലോ. സർ, പുള്ളിയുടെ ലൊക്കേഷൻ റെസീറ്റ് ഉണ്ട്. പുള്ളി ഇപ്പോൾ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്നും മിണ്ടായിരുന്നേ. സ്പീഡ് കൂട്ടാതെ ഞാൻ പിന്നെ നിർത്തി കൊടുക്കാം. ഇപ്പൊ നിർത്തി കൊടുത്ത 2 അടി കുറവ് കിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം ഒന്നും മിണ്ടായിരുന്നു. എടാ, അവര് പിടിച്ചു കഴിഞ്ഞാലേ പലതരത്തിൽ ചോദിക്കും. 3-ാം മുറ പ്രയോഗിക്കും. അനീഷേട്ടില്ലാട്ടാ. കൊല്ലിക്കോ നീ? എടാ, നമ്മക്ക് ഒറ്റ മോനാ. എന്റെ അമ്മ പിന്നെ നഴ്സറി എടുത്താണല്ലോ. ഹലോ, ക്ലീൻ ചെയ്യാനുള്ള ആ കിട്ടിയാ? നിങ്ങൾ തല്ലോ കൊല്ലോ എന്ത് വേണേലും അയക്കോ. അതിനു മുമ്പ് എനിക്ക് അവന്റെ തിരുമോന്തി ഒന്ന് കാണണം. ആ, ഹലോ, അതെ, ആരാ?
കരയില്ലേട് കിടന്ന്. അനീഷേട്ടാ അവര് പോയി. അപ്പോൾ നമ്മളെ വേണ്ടേ? അണ്ണാര കണ്ണനറിയാതെ ഒരു പോലീസ് ജീപ്പ് ഇങ്ങനെ നടക്കുന്നില്ല. സത്യത്തിൽ എന്താ സംഭവിച്ചത്? സംഭവം അന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത SIM കയറി മാക് ഐ ഡി മാനിപ്പുലേറ്റ് ചെയ്ത് തന്നെയാണ്. പക്ഷെ അവന് മാത്യുവിൻ്റെ മാക് ഐ ഡി എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഹലോ മാത്യു സാറേ, ഞാൻ ആ വെഡിങ് വർക്കിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചാണ്. ബ്രദർ, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനെ വിളിക്കണേ? അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. ഞാനേ സാറിന്റെ വാട്സാപ്പിൽ നമ്മുടെ വെഡിങ് കമ്പനിയുടെ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്, വെബ്സൈറ്റിന്റെ. ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറയൂ. ആ നോക്കാം. അവർ ട്രാക്ക് ചെയ്ത് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് മാത്യുവിൻ്റെ മാക് ഐ ഡി വെച്ചിട്ട് എൻ്റെ മാക് ഐ ഡി ഞാൻ മാസ്ക് ചെയ്തത്. പക്ഷെ പോലീസ് വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു. തൽക്കാലം നമ്മൾ സേഫാണ്. അനീഷേട്ടൻ പേടിക്കണ്ട. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ചേട്ടൻ പേടില്ല, അത് ഞാൻ ഉറപ്പുവരാം. എടാ, ജസ്വിൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ, നീ എഴുതിയ പരീക്ഷയൊക്കെ പാസ്സായെന്ന് പറഞ്ഞേ. നിനക്കിതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് തന്നെ അനീഷിനോട് പറഞ്ഞ 2 ദിവസം മുന്നേ പറഞ്ഞ് വാങ്ങി. നീ ഇവിടെ ഇതുകൊണ്ട് എന്താ ചെയ്യണേന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ എത്ര ശ്രമിച്ചാലും അതെനിക്ക് മനസ്സിലായുമില്ല. എന്താണെന്നുണ്ടെങ്കിലും നീ ഇതുകൊണ്ട് നല്ല മാത്രം ചെയ്യണം.